my dears, welcome back to Adam's Diary. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ പുതിയ അക്വേറിയത്തിൽ ഇടാനായിട്ടുള്ള കുറച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫിഷിനെ നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഇതിവിടെ ഷാർജ ആനിമൽ മാർക്കറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണെന്ന് അറിഞ്ഞത്. ഇത് മാത്രമല്ല ഇവിടെ അവൈലബിൾ ഉള്ളത്, ഇവിടെ കുറേ നല്ല പെറ്റ്സും ബേർഡ്സും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഷാർജ ആനിമൽ മാർക്കറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പല ബേർഡ്സും പെറ്റ്സും അതുപോലെ തന്നെ ഫിഷും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും കാണാനും ഒരു പ്രത്യേക ഭംഗിയുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇന്ന് ഫിഷ് മാത്രമല്ല ഈ പെറ്റ്സിനെയും ബേർഡ്സിനെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറഞ്ഞൊരു മാർക്കറ്റാണ് കേട്ടോ ഷാർജ ആനിമൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ സെയിലാവും ചെയ്യും. എല്ലാ ബേർഡ്സും പെറ്റ്സിനെയൊക്കെ ആൾക്കാർ കൂടുതലും വന്ന് പർച്ചേസ് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദുബായിലുള്ളവരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷാർജ ആനിമൽ മാർക്കറ്റ് വന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അക്വേറിയാണ്. പിന്നെ മയിൽ, ഇവിടെ വില്ലൊക്കെ ഉള്ളവർക്ക് മയിലിനെ വാങ്ങണമെങ്കിൽ വന്ന് വാങ്ങിക്കാം. റാബിറ്റ്സ് ഉണ്ട്. അതാണ് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേതാ?
അങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ 2-3 മീനിനെ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഒരു ഷോപ്പായിരുന്നു കേട്ടോ. വലിയൊരു ഷോപ്പാണ്. അതുപോലെ തന്നെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫിഷിൻ്റെ ഫുഡും പലതരം ഫിഷുകളും എല്ലാം നമുക്ക് ഇതുവരെ കാണാത്ത ടൈപ്പൊക്കെ നല്ല റെയർ ആയിട്ടൊരു ഫിഷിനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ 2-3 എണ്ണത്തിനെ പൊക്കിയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പെറ്റ് ഷോപ്പിലേക്ക് പോവാണ്. ഹലോ ഹലോ, ഇത് സംസാരിക്കുന്ന ടൈപ്പാണോ? ആ, എന്ത് സൗണ്ടാ? ഞാൻ വീഡിയോ എടുത്ത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇതെന്താ? കക്കാച്ചു. ഹലോ, ചിറക് നല്ലതാണെങ്കിലാണ് ഇതിനൊരു ഐശ്വര്യം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ചിറക് കൊള്ളില്ല. അരവണേനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലരിലെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ അരവണേനെയൊക്കെ വളർത്തുന്നത് വീട്ടിൽ വളർത്തുന്ന ഒരു ഐശ്വര്യമാണെന്നൊക്കെ പറയും. ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ ഒരു ചെറിയ വിശ്വാസമൊക്കെ ഉണ്ട്. മുന്നോട്ട് ഒരു നല്ല കാര്യങ്ങളിലൊക്കെ നല്ല ഒരു ഇതുണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെയാണ് അരവണേനെ വളർത്തുന്നത് എന്ന് നമ്മുടെ പഴയ ആളുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ കാണാനും ഒരു ഐശ്വര്യമുള്ളൊരു മീനാണ് കേട്ടോ അരവണ. അരവണേനൊക്കെ നോക്കുമ്പോൾ ഒറ്റ സംഖ്യയാണ് കൂടുതലും നിൽക്കുക എന്ന് പറയുന്നു. ഇരട്ട സംഖ്യ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരെണ്ണമൊക്കെ ചത്തുപോകും എന്നാണ് പറയുന്നത്. ഇത് കറക്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പല പ്രാവശ്യം 2 എണ്ണത്തിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണം എപ്പോഴും ചത്തുപോകാറുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സത്യമായിരിക്കാം. നിങ്ങളിൽ ആരെങ്കിലും അരവണേനെ വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തത് അതൊരു ഇൻഫോർമേറ്റീവായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരോടും ചോദിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് നീങ്ങി കുറേ ബേർഡ്സിനെയൊക്കെ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇനിയൊരു പപ്പീസിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. പപ്പീസിൻ്റെ ഇവിടെ പൂച്ചകളുണ്ട്, പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഹസ്കി എന്ന് പറയണത്. ഇതിനെയെല്ലാം ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിനൊക്കെ പ്രത്യേക ക്ലൈമറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നല്ല തണുപ്പ് സ്ഥലങ്ങളിൽ വാഴുന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മീഡിയം സൈസുണ്ട്, പല സൈസിലുള്ള പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട് ഈ ഷാർജ ആനിമൽ മാർക്കറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ. അടുത്ത നമ്മളിത് ഒത്തിരി കളക്ഷൻസ് ഉള്ള ബേർഡ്സിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് കയറുന്നത്. ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത് കോക്ടെയിൽസാണ്. കോക്ടെയിലിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന കോക്ടെയിലാണ്. അതുകൊണ്ട് തന്നെ റേറ്റും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ. ഈ കാണുന്നതൊക്കെ ലവ് ബേർഡ്സ് ആണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന ലവ് ബേർഡ്സ് എന്ന് പറയുന്ന ഇതാണ്. ശരിക്കും ഇതല്ല ലവ് ബേർഡ്. പിന്നെ ഇത് ഫിഞ്ചസ് ആണ്. ഫിഞ്ചസിൻ്റെ നിറയെ കളക്ഷനുണ്ട്. ഇപ്പോൾ ലോക്കൽ ഫിഞ്ചസ് ഉണ്ട്, അല്ലാതെ തന്നെ പുറത്തുനിന്ന് വരുന്ന ഫിഞ്ചസുകളും ഉണ്ട്. പിന്നെ റാബിറ്റ്സ്, ഇത് കണ്ടല്ലോ, പല വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള റാബിറ്റുകളുണ്ട്. അപ്പം ഞങ്ങളും 2 റാബിറ്റിനെ വളർത്തിയിരുന്നു. പക്ഷേ ചൂട് ഈ റാബിറ്റിന് ഒട്ടും പറ്റില്ല. നമ്മുടെ ചൂട് ക്ലൈമറ്റ് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് തന്നെ തണുപ്പ് സമയങ്ങളിൽ മാത്രമാണ് റാബിറ്റിനെയൊക്കെ വാങ്ങിക്കാനും
പുറത്തൊക്കെ ബാൽക്കണിയിലൊക്കെ ഇടുന്നവർക്ക് തണുപ്പുള്ള ടൈമിൽ മാത്രം അതിനെ വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആഫ്രിക്കൻ ഗ്രേ ആണിത് കേട്ടോ. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വരണേക്ക് മുന്നേ ഇത് പറന്നു പോയി, എങ്ങനെയോ കൂട് തുറന്നു പോയിട്ട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലും കുഞ്ഞ് ആഫ്രിക്കൻ ഗ്രേ ആയിരുന്നു. ഇതൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കുന്ന ടൈപ്പ് ബേർഡുകളാണ് ഇതൊക്കെ, ഈ ആഫ്രിക്കൻ ഗ്രേ ഒക്കെ. ഇതിനൊക്കെ ഒരു 1,00,000 രൂപ മുതൽ 2,00,000 രൂപ വരെ വിലയുള്ള ആഫ്രിക്കൻ തത്തകളാണ് ഈ കാണുന്നത് കേട്ടോ. തത്തയിൽ തന്നെ പെടുന്ന പലതരം ഇതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയാണിത്. ഈ തത്ത കുഞ്ഞുങ്ങളെ ഇവർ തന്നെ ബ്രീഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. വലിയ തത്തകളെക്കാളും ഒക്കെ കുഞ്ഞു തത്തകൾക്കാണ് വില കൂടുതൽ വരുന്നത്. കാരണം അവയെ നമുക്ക് പെട്ടെന്ന് ഇണക്കാൻ പറ്റും. ട്രെയിൻ ചെയ്ത് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. വലിയ തത്തകളെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി ട്രെയിൻഡാണ്. അപ്പോൾ അവർ നമ്മളുമായിട്ട് ഇണങ്ങാനും സംസാരിക്കാനും ഒക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ട് വലിയ തത്തകളെക്കാട്ടും വില കൂടുതലും ഇവർ സെയിൽ ചെയ്യുന്നതിനും ചെറിയ തത്തകൾക്കാണ് നല്ല റേറ്റ് വാങ്ങിക്കുന്നത്. കാണാനും വളരെ ഭംഗിയുള്ള, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി ബേർഡ്സ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലവ് ബേർഡ്സിലും തത്തകളിലൊക്കെ പെടുന്ന നാടൻ തത്തകളൊക്കെയാണ് ഈ കാണുന്നത്. ഇത് കോക്കാറ്റൂസാണ്. ഈ കാണുന്നതാണ് നമ്മുടെ മൈനേനെ കാണാത്തവരൊക്കെ മൈനേനെ കണ്ടോളും. പിന്നെ ഇത് ലോറി എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി നല്ല മൾട്ടി കളറായിട്ടുള്ള ഒരു ബേർഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ചുണ്ടുകൾ കാണാനും അതിൻ്റെ ഫെദറൊക്കെ കാണാനും വളരെ അട്രാക്റ്റീവാണ്. ബ്ലാക്കും യെല്ലോയും റെഡും എല്ലാം കൂടി കൂടിയിട്ട് അങ്ങനെ പലതരം തത്തകളുടെ ഒരു കളക്ഷൻസാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ നമ്മുടെ പ്രാവുകളാണ്. പലതരം പ്രാവുകളുണ്ട്. അതുപോലെ തന്നെ കോഴികളുണ്ട്. കോഴികളിൽ തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന കോഴികളൊക്കെ ഉണ്ട്. നമ്മൾ ഈ അടി ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള കോഴികളൊക്കെ ഉണ്ട്. ഈ കാണുന്ന തുറാക്കോ എന്ന് പറയുന്ന ഒരു ബേർഡാണ് കേട്ടോ. ഇതിനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനും ഒരു നല്ല അട്രാക്റ്റീവാണ്. ഇതിൻ്റെ ലിപ്പ് ഒരു യെല്ലോ കളറാണ്. ഇനി നമ്മളിത് അടുത്ത ഷോപ്പിലേക്ക് അവിടെ നിന്ന് നീങ്ങിയിട്ടുണ്ട്. അവിടെ കുറേ ആമകളുണ്ട്. ഇവിടെ ടോട്ടോയിൽസിനൊക്കെ വളരെ കോമൺ ആണ്. ചെറിയ ഒരു പൂളൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഇങ്ങനെ ടോട്ടോയ്സിനെയൊക്കെ അവർ വളർത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയത്തിലിടുന്ന ടോട്ടോയ്സും ഉണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിലൊക്കെ വളർത്താൻ പറ്റുന്നവയുണ്ട്. ഇതും വേറെ ബേർഡ്സും ഒക്കെ ഉള്ളൊരു ഷോപ്പ് തന്നെയാണ്. ഇതൊക്കെ ഫിഞ്ചസിൽ വരുന്നതാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന ഫിഞ്ചസാണ്. ലോക്കൽ ഫിഞ്ചസാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ ഇതേ താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അരയന്നങ്ങൾ. ഈ യെല്ലോ കളറിൽ കാണപ്പെടുന്ന ബേർഡാണ് കേട്ടോ ഈ ഗന്ത എന്ന് പറയുന്ന ബേർഡ്. ഇതൊക്കെ കോക്ടെയിൽസ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭംഗിയുള്ള വെറൈറ്റീസ് ഓഫ് കോക്ടെയിൽസ് ആണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നതാണ് കേട്ടോ ഹാംസ്റ്റർ, എലിക്കുഞ്ഞുങ്ങൾ എന്ന് പറയാം. അതിൻ്റെ തന്നെ പല വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് എലിക്കുഞ്ഞുങ്ങളൊന്നും അല്ല, നല്ലൊരു ഭംഗിയുള്ള എലിക്കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ വെള്ള എലികളുണ്ട്. ഇതിനെയൊക്കെ വീടുകളിൽ വളർത്താനും അതുപോലെ തന്നെ ചില ഇതിനൊക്കെ തീറ്റയായിട്ടും ഇവർ കൊടുക്കുന്നുണ്ട്. ഇതിനെയൊക്കെ കൂടുതലും വളർത്താനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, പലതരം ഹാംസ്റ്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, പല കളറിലുള്ളത്. ഇത് നമ്മുടെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ഹാംസ്റ്റേഴ്സ് ഒന്നും അല്ല കേട്ടോ. നമ്മുടെ കൈകളിൽ കൂടെ ഇങ്ങനെ കയറി നടക്കുന്ന, കളിപ്പിക്കാനും ഒക്കെ പറ്റുന്ന, ഇതിങ്ങൾക്ക് പ്രത്യേകം ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നടക്കുന്ന കാണാൻ നല്ല രസമായിരിക്കും. ഈ ചുമന്ന കൊക്കുള്ള ബേർഡിൻ്റെ പേരാണ് ബുൾ ഫിഞ്ച് എന്ന്. അതിനെ കാണാനും ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ വേറെ വെറൈറ്റി ബേർഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നതും മൈനയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കാരണം ഒരേ ബേർഡ് തന്നെ പല ഷേപ്പും പല ഭംഗിയായിരിക്കും കാണാനായിട്ട്.
ഈ കാണപ്പെടുന്ന ആഷും ബ്ലാക്കും നിറത്തോട് കൂടിയിട്ടുള്ള ഫെദറുള്ള ഈ ബേർഡാണ് കാശ്മീരി ബുൾബുൾ എന്ന് അറിയപ്പെടുന്ന ബേർഡ് കേട്ടോ. ഇതാണ് അങ്കോറ എന്ന് പറയുന്ന റാബിറ്റ്സ്. പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു റാബിറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഡിമാൻഡുള്ള വിലയുള്ള ഒരു റാബിറ്റാണിത്. ഇതിൻ്റെയൊക്കെ ഒരു പുറത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കണ്ണും ചെവിയും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ളിങ്ങനെ ഒരുമാതിരി നനഞ്ഞ പോലെ ഇരിക്കുന്നു, വെള്ളത്തിൽ മുക്കിയിട്ടുള്ള മുയലിനെ പോലെയാണ് ഇരിക്കുന്നത്. ഫുള്ള് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു രോമങ്ങളൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ കോഴിപ്പോരൊക്കെ നടത്തുന്ന ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഴികൾ എന്ന് പറഞ്ഞിരുന്നില്ലേ, ആ കോഴികളാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ കാലിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇത് കുറേ കിളികളുടെ ഉണ്ട്. പിന്നെ നമ്മുടെ മുയലും കുട്ടന്മാരെ ഇങ്ങനെ ഉടുപ്പൊക്കെ ഇടിച്ച് നല്ല സുന്ദരി കുട്ടികളായിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഉടുപ്പിന് എക്സ്ട്രാ 10 ദിറംസ് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ബൈ.